ഹലോ ഫ്രണ്ട്സ്, ഇതെന്താന്ന് മനസ്സിലായില്ലേ? ഓലനാട്ടോ, ഓലൻ. അപ്പോൾ നമ്മുടെ സദ്യയിലെ ഒരു പ്രധാന വിഭവമാണല്ലോ ഓലൻ. പണ്ടുള്ള ആൾക്കാർ പറയും ഇതിൽ പച്ചമുളക് ഇടില്ല, ഉപ്പിടില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഓലൻ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാ റെസിപ്പിന്ന്. ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി ആട്ടോ ഇത്. പെട്ടെന്നാവാം. ഞാനെല്ലാം കുക്കറിലാണ് വെക്കുന്നത്. എനിക്ക് കുക്കറിൽ വെച്ചാണ് എല്ലാം ശീലം. പക്ഷെ അങ്ങനെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാറൊന്നുമില്ല. എനിക്കിത് ചെയ്ത് ശീലമായതുകൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം കുക്കറിൽ ഇത് എങ്ങനെയാക്കാന്ന്. അപ്പൊ ഞാൻ ഇത്രയും കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് ഓലിന് വേണ്ടിയിട്ട്, മത്തനും കുമ്പളങ്ങിയും മാത്രം. അപ്പൊ ആദ്യം നമുക്ക് കുമ്പളങ്ങ നൈസായിട്ട് മുറിച്ചെടുക്കാം. വലിയ കട്ടിയില്ലാതെ നമുക്ക് മുറിച്ചെടുക്കണം. അപ്പൊ ഇങ്ങനെ ഒരു പരുവത്തിൽ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ കുമ്പളങ്ങ ഉണ്ടല്ലേ, ഈ ഒരു പരുവത്തിലാട്ടോ ഞാൻ മുറിക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെയാണ് നമുക്ക് മത്തനും മുറിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാന് ഒരുവിധം എല്ലാ സാധനങ്ങളും കുക്കറിലാട്ടോ വെക്കാറ്. അപ്പൊ അങ്ങനെ വെക്കുമ്പോ അമ്മമാരൊക്കെ പറയും, എങ്ങനെ ഈ കുക്കറിൽ ഇത് ഉടഞ്ഞു പോവില്ലേ, വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, നമുക്ക് നല്ല രീതിക്ക് കിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നത് എപ്പോഴും പറയാറുണ്ട് എൻ്റെ അടുത്ത് കേട്ടോ. അപ്പൊ എനിക്കിത് കുക്കറിലൊക്കെ വെച്ച് ശീലമായതുകൊണ്ട് ഒരു പരുവമൊക്കെ എനിക്ക് അറിയാം എങ്ങനെയാവും എന്നുള്ളത്. അപ്പൊ അത് കാരണം എനിക്ക് കുക്കറാണ് ഈസി ആയിട്ട് വെക്കാൻ പറ്റിയൊരു സംഭവം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കടായിലിട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുന്നതാണ് ചെയ്യുന്നത്. അവിയൽ വരെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ അവിയൽ വരെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഓലൻ എങ്ങനെയാ നമുക്ക് നോക്കാം. അപ്പൊ ഇതാ എൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെയാട്ടോ ഉള്ളത്. ഇതുപോലെയാണ് മത്തനും കുമ്പളങ്ങിയും അരിഞ്ഞിട്ടെടുത്തത്. അപ്പൊ ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. എരിവ് എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിലടിക്കുക. അപ്പൊ തന്നെ നമുക്കത് തണുപ്പിച്ചെടുക്കണം. ഇത് ഒരുപാട് നേരം അങ്ങനെ വിസിലടിച്ചിട്ട് ഇട്ടിട്ട് പോകരുത്. അത് പിന്നെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായി മാറും. അപ്പോൾ അത് വിസിലടിക്കുക, അപ്പൊ തന്നെ നമ്മൾ വെള്ളമൊഴിച്ച് കുക്കർ തണുപ്പിക്കുക, ഓപ്പൺ ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എൻ്റെ കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിലിന് വേവിച്ചെടുക്കാം. ആ വിസിൽ അടിക്കുന്ന ആ സമയത്ത് തന്നെ ഇതെടുത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പൊ കുക്കർ വെള്ളം ഒഴിച്ച് തണുപ്പിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, നല്ല ചൂടുള്ള സാധനമാണ്, പൊട്ടിത്തെറിക്കുകയും ചെയ്യരുത്.
അപ്പോൾ എൻ്റെ ഓലൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, എൻ്റെ കുമ്പളങ്ങി ഒന്നും സംഭവിച്ചിട്ടില്ല, ഉടഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഇനി ഇത് ഇളക്കി കൊടുക്കുമ്പോഴാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ കെയർഫുള്ളായിട്ട് ഇളക്കുക, ഒരുപാട് കുത്തി ഇളക്കരുത്, അപ്പോൾ ഇത് ഉടഞ്ഞു പോവും. ഞാനിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്താണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് നാളികേരപ്പാൽ പിഴിഞ്ഞ് ഒക്കെ സെറ്റാക്കി എടുക്കാം. അപ്പം ഇനി നാളികേരപ്പാലിന് വേണ്ടത് ഞാൻ എന്തൊക്കെയാ നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുള്ളൂ, കാരണം കുറച്ച് ഓലനല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ 1-ാം പാല് മാത്രമേ എടുക്കുന്നുള്ളൂ, വേറെ പാലിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിതിലേക്ക്. അപ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പൊ ഈ ഗ്ലാസ്സിലെ വെള്ളം എന്താണെന്നറിയോ, ഓലൻ വേവിച്ചപ്പോൾ അതിൽ കൂടുതലായിട്ട് വന്നില്ലേ വെള്ളം, അത് ചൂടും ഉണ്ട്. അപ്പൊ ഞാൻ അതാണ് ഈ നാളികേരത്തിലേക്ക് ഒഴിച്ചത് കേട്ടോ, വേറെ വെള്ളം എടുത്തില്ല. അപ്പോൾ ഇത് ഇപ്പോൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളെ കുക്കറിലേക്ക് ഡയറക്റ്റ് നാളികേരം പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ 1-ാം പാല് മാത്രം ഒഴിച്ചാൽ മതി നമുക്ക്. അപ്പോൾ ഞാനത് ഡയറക്റ്റായിട്ട് അരിപ്പയിലേക്ക് തട്ടിയിട്ട് അതിൽ നിന്ന് പിഴിഞ്ഞ് ആവശ്യത്തിനുള്ള പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വേറൊന്നും ഇത് ചെയ്യാനില്ല. നമുക്ക് ഈ നാളികേരപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് തിളപ്പിച്ചു കൊടുക്കരുത്, അപ്പോൾ ആ പാല് ചിലപ്പോൾ പിരിഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് പാല് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ കയ്യിലുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഈ പാലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും പറയാണ്, മിക്സ് ചെയ്യുമ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കുക കേട്ടോ.
അപ്പോൾ നാളികേരപ്പാലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് തൂവി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ ഉടയാതെ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓലൻ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.